ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഫ്രൈഡ് റൈസ് ആണ്. അതിന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബീൻസ് അരക്കപ്പ്, ഉള്ളിത്തണ്ട് അരക്കപ്പ്, ക്യാപ്സിക്കം ഒരു അരക്കപ്പ് തികച്ചില്ല, പിന്നെ ക്യാരറ്റ് അരക്കപ്പ്, ക്യാബേജ് അരക്കപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മളൊരു ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ വിത്ത് വെജിറ്റബിൾസ്. ഹലോ ഗൈസ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്. ചിക്കൻ വിത്ത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അതിനുവേണ്ടി നമ്മളിവിടെ നമ്മളൊരു അരക്കപ്പ് വീതം ക്യാബേജ്, അതേപോലെ ബീൻസ്, പിന്നെ കുറച്ച് ഉള്ളിത്തണ്ട്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇത്രയും സാധനങ്ങൾ നമ്മളോട് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇതിനകത്ത് കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മളിവിടെ കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, അതിൻ്റെ കൂടെ കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. പിന്നെ ഇതുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളൊരു അലൂമിനിയം പാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളെ കയ്യിലിപ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല. നമ്മളിവിടെ ഔട്ട് സൈഡാണ്, നമ്മൾ സൗദിയിലാണ്, ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അത്രയും പാത്രങ്ങളും കാര്യങ്ങളൊന്നും നമ്മളെടുത്തില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അത് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 1-1.5 സ്പൂണ് സൺഫ്ലവറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ചട്ടി എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അതിലേക്ക് ഇടുന്നുണ്ട്. കുക്ക് ചെയ്യുന്നത് കുക്കർ എൻ്റെ ഉമ്മയാണ് കേട്ടോ, ഞാനല്ല. അതിൽ നമ്മൾ വെളുത്തുള്ളി ഒന്ന് വഴന്നു വരുന്നത് വരെ തീ ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കുക. വെളുത്തുള്ളി ഒന്ന് വഴന്നു വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ എന്താണ് ഇടുന്നത്? അതിലേക്ക് ഉള്ളി നമ്മൾ തണ്ടോട് കൂടിയാണ് എടുത്തത്. ഇതിലേക്ക് നമ്മൾ ഉള്ളിത്തണ്ട് ഇട്ടിട്ടുണ്ട്. ഉള്ളിത്തണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ. ഉള്ളിത്തണ്ട് ഇവിടെ ഉമ്മൻ്റെ കൃഷി തന്നെയാണ്. ഇവിടെ കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഉള്ളിത്തണ്ടിൻ്റെ കൂടെ നമ്മൾ ക്യാരറ്റ് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസും ക്യാബേജും എല്ലാം അതിലേക്ക് ഇട്ടുമ്പോൾ എന്നിട്ട് നമ്മളതെല്ലാം കൂടെ ഒന്ന് നല്ലോണം വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ വെജിറ്റബിൾ എല്ലാം ഒന്ന് നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ആ വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ പച്ചക്കറിയെല്ലാം ഇവിടെ വേവായി തുടങ്ങി. അതിലേക്ക് കുറച്ച് ചിക്കനാണ് എൻ്റെ അടുത്തുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക.
നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. ബാവ എവിടെ വാ. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൂടെ തന്നെ നമുക്ക് ചോറും ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. വേണമെങ്കിൽ മല്ലിച്ചപ്പും ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം.